ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ വആതൈനാഹും മുൽക്കൻ അളീമാ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവലോക സട്ടാവും നിയന്താവുമായ ഏകനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സമയങ്ങളിലും ജീവിതത്തിൽ പാലിച്ചു പുലർത്തി തഖ്വയുള്ളവരായി ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ സ്വന്തമെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസിയുടെ സകല സൽക്കർമ്മങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയ പാപമാണ് ശിർക്ക് എന്ന് പറയുന്നത്. 7 മഹാപാപങ്ങളിൽ ഒന്നാമതായി ശിർക്കിനെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഓതി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്ക് വന്നാൽ അത് മഹാനഷ്ടമായി തീരും എന്ന് അള്ളാഹു നമ്മളോട് ഉണർത്തുകയും ചെയ്തു. ശിർക്കുപരമായ വിശ്വാസവും ശിർക്കുപരമായിട്ടുള്ള കർമ്മങ്ങളും ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ പാപങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് പുറത്തു കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും. നിങ്ങൾ വൻ പാപങ്ങൾ ഉപേക്ഷിക്കുക, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തിന്മകളെ അവൻ മായ്ച്ചു കളയും എന്ന് വിശുദ്ധ ഖുർആൻ. അവ നഷ്ടം, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന വൻ പാപമാണ് ശിർക്ക്. അത് ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അത് ചെയ്യുന്നുമില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഇക്കാര്യം പ്രത്യേകം ഉണർത്തിയത്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, താങ്കൾക്കും താങ്കളുടെ മുൻപുള്ള പ്രവാചകന്മാർക്കുമെല്ലാം തന്നെ ഞാൻ വഹീ നൽകിയിട്ടുണ്ട്. എന്താ വഹീ നൽകിയത്? ലയിൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അപ്പൊ ശിർക്കുപരമായ വിശ്വാസമോ കർമ്മമോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകും എന്ന് ഖുർആൻ. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെയാണ് പറയുന്നത്: വലൗ അശ്റകൂ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുവെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം തന്നെ നിഷ്ഫലമായി പോകും, ഫലശൂന്യമായിരിക്കും. അപ്പൊ ഇതിന് വളരെ ഗൗരവമുണ്ട്. ശിർക്കാകുന്ന വൻ പാപം നമ്മളെ നിർവഹിക്കുന്നില്ല, ചെയ്യുന്നില്ല, അങ്ങനെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ശിർക്ക് പരമല്ലാത്ത ചില കാര്യങ്ങള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. അതല്ലാത്ത ആൾക്കാരോട് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. നേർച്ചകളും വഴിപാടുകളും ആരാധനകളും അർത്ഥനകളും പ്രാർത്ഥനകളും ഒക്കെ പടച്ചോന് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അള്ളാഹുവോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതാണ് ഏകദൈവ വിശ്വാസം. ശിർക്ക് എന്ന് പറയുന്നത് നമ്മളിൽ വരുന്നില്ല. പക്ഷെ നമ്മുടെ ചില പ്രവർത്തനങ്ങള്, നമ്മുടെ ചില സ്വഭാവങ്ങള്, സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട്, ഈ ശിർക്ക് കൊണ്ട് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതിൽ പ്രധാനപ്പെട്ട ഒരു ദുസ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ചില ദുസ്വഭാവങ്ങൾ കാരണം നമ്മുടെ ജീവിതത്തിൽ അത് വന്നുപെട്ടാൽ, അതുണ്ടായാൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു.
അപ്പൊ ശിർക്ക് ചെയ്താൽ മാത്രമല്ല കർമ്മങ്ങൾ നഷ്ടപ്പെടുന്നത്, പിന്നെയോ അസൂയ എന്ന് പറയുന്ന അതുപോലെ വേറെ ദുസ്വഭാവമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസൂയ എന്ന് പറയുന്ന ദുസ്വഭാവം. എന്താ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹത്തിൽ നമ്മൾ അസ്വസ്ഥപ്പെടലാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന നേട്ടം, അനുഗ്രഹം, അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങള് ഒക്കെ വരുന്നതിൽ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടുന്നുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ അതാണ് അസൂയ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പ്രത്യേകം ഉണർത്തി, ഇയ്യാകും വൽ ഹസദ്, ഇയ്യാകും വൽ ഹസദ് ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൽ ഹതബ കമാ തഅകുലുൻ നാറ അൽ ഹതബ. നിങ്ങൾ അസൂയയെ സൂക്ഷിക്കണം. ജീവിതത്തിൽ അസൂയ വരാൻ പാടില്ല. അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താ അറിയോ? ഫഇന്നൽ ഹസദ, ഹസദ് എന്ന് അസൂയക്ക് പറയാം അറബിയിൽ. ഫഇന്നൽ ഹസദ, തീർച്ചയായും അസൂയ എന്ന് പറയുന്നത് യഅകുലുൽ ഹസനാത്ത്, നിങ്ങളുടെ നന്മകളെ, നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ, നിങ്ങളെ ഹസനാത്തുകളെ തിന്നുകളയും. എങ്ങനെ തിന്നുകളയും? കമാ തഅകുലുൽ നാറ അൽ ഹതബ, തീ എപ്രകാരമാണോ വിറകിനെ തിന്നു തീർക്കുക, തീ എങ്ങനെയാണ് വിറകിനെ തിന്നു തീർക്കുക, അതുപോലെ നിങ്ങളുടെ കർമ്മങ്ങളെ അസൂയ തിന്നു തീർക്കും. വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ മറ്റൊരാളുടെ നേട്ടങ്ങള്, അനുഗ്രഹങ്ങള്, അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷങ്ങള് അത് നമ്മൾ വെറുക്കുകയും അയാളുടെ നാശം ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിൽ നമ്മൾ അസ്വസ്ഥപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രവണത, അതാണ് അസൂയ. അത് നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കാതിരിക്കൽ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഒരിക്കലും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മ അംഗീകരിക്കാൻ അസൂയക്കാരന് സാധിക്കില്ല. അവന്റെ മനസ്സ് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടോ ഇല്ലേ നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, ധർമ്മം കൊടുക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുസ്വഭാവമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻ-നിസാഇന്റെ 54-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഒരു ചോദ്യം, അം യഹ്സുദൂനൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അത് ചോദിക്കുകയാണ്, അള്ളാഹു ഒരാൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ അവരെന്തിനാണ് അസൂയ വെക്കുന്നത്? അവർ അസൂയ വെക്കുകയാണോ എന്ന്. അം യഹ്സുദൂനൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അള്ളാഹ് നൽകിയതാണ് അയാൾക്ക്, നിനക്ക് വേറെ നൽകും. അപ്പൊ അയാൾക്ക് അള്ളാഹു നൽകിയതിന്റെ പേരിൽ നീ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്, അസൂയ വെക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദബ്ബ ഇലൈക്കും ദാഅ ഉമമിൽ ഖൗം, മുൻഗാമികളായ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗം നിങ്ങളിലേക്കും ഇഴഞ്ഞെത്തിയിരിക്കുന്നു. ദബ്ബ ഇലൈക്കും ദാഅൽ ഉമമി ഖബ്ലകും, നിങ്ങളിലേക്കും അത് വന്നെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഴഞ്ഞു വന്നിട്ടുണ്ട്. മുൻഗാമികളിൽ ഇതുണ്ടായിരുന്നു. എന്നിട്ട് അതെന്തൊക്കെയാ? രണ്ടെണ്ണം, അൽ ഹസദു വൽ ബഗ്ള, അസൂയയും പകയുമാണത്, അസൂയയും വിദ്വേഷവുമാണത്. വഹിയ ഹാലിഖത്തു, അത് മുണ്ടനം ചെയ്ത് കളയും, അതെല്ലാം മുണ്ടനം ചെയ്ത് കളയും. ലാ അഖൂലു, റസൂൽ പറയണേ, ലാ അഖൂലു തഹ്ലിഖു ശഅർ, തലമുടി മുണ്ടനം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വലാകിൻ തഹ്ലുഖുദ്ദീൻ, നിങ്ങളുടെ മതബോധത്തെ അത് മുണ്ടനം ചെയ്ത് കളയും, നശിപ്പിച്ചു കളയുന്ന അർത്ഥം റസൂൽ പറയാണ്, ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ. അപ്പൊ മുൻഗാമികളില് ബാധിച്ച ആ രോഗം നിങ്ങളിലേക്കും ഇഴഞ്ഞെത്തിയിരിക്കുന്നു. ദബ്ബ എന്ന് ഉപയോഗിച്ച് ഇഴഞ്ഞു വരിക, അത് നിങ്ങളിലേക്കും ഇഴഞ്ഞു കയറിയിട്ടുണ്ട്. അസൂയയും വിദ്വേഷവുമാണ് അത് തലമുടി മുണ്ടനം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മതബോധത്തെ പാടെ നശിപ്പിച്ച് കളയുന്ന, ഇല്ലാതാക്കുന്നതായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, ലാ തബാഗളു വലാ തഹാസദു വലാ തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. ലാ തബാഗളു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത്. വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞു പോകരുത്. വലാ
വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങളെ അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കുവിൻ. ഇമാം ബുഖാരി മുസ്ലിം ധരിക്കതീത എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പം മനുഷ്യന്റെ ജീവിതത്തിലെ സകല തിന്മകളെയും നശിപ്പിച്ചു കളയുന്നതും മനുഷ്യന്റെ തിന്മയുടെ ആദി കാരണവുമാണ് അസൂയ എന്ന് പറഞ്ഞത്. സർവ്വ തിന്മകളുടെയും ആദ്യത്തെ കാരണം ഇതായിരിക്കും. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകം നടന്നത് അസൂയ കാരണം. ഭൂമിയിൽ മനുഷ്യർ തമ്മിൽ ആദ്യത്തെ കൊലപാതകം നടന്നത് അസൂയയുടെ പേരിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ 2 മക്കള് ഹാബീലും ഖാബീലും, അവർ 2 പേര് ഒരു വിഷയത്തിൽ കുർബാൻ നടത്തി എന്ന് പറഞ്ഞാൽ അവർ ബലിയർത്തു. ആ ബലിയർത്തത് സ്വീകരിച്ചവന്റെ കുർബാനാണ്, സ്വീകരിച്ചവന്റെ അവർക്കാണ് ആ കാര്യം കിട്ടുക, മറ്റവന്റെ അവനൊന്നും കിട്ടൂല. അങ്ങനെ നല്ലവനായിട്ടുള്ളവന്റെ ഹാബീലിന്റെ ബലി കുർബാൻ സ്വീകരിക്കുകയും ഹാബീലിൻ്റെത് തള്ളപ്പെടുകയും ചെയ്തു. അപ്പൊ ഹാബീലിന് അവനോട് അസൂയായി. അങ്ങനെ ഹാബീൽ പറഞ്ഞു ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ ഈ നല്ലവനായ ഹാബീല് പറഞ്ഞു നീ എന്റെ നേരെ കൈ നീട്ടിയാലും ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല എന്ന് പറയാ. എന്നിട്ട് പറഞ്ഞെന്തറിയോ, അങ്ങനെ അവിടെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയത് ഈ ഒരു അസൂയ എന്ന് പറയുന്ന കാരണം കൊണ്ടാണ്. അവനത് കിട്ടരുത്, അവനാ അനുഗ്രഹം ഉണ്ടാവരുത് എന്ന അസൂയ. സൂറത്ത് മായിദയുടെ 27 മുതൽ 30 വരെയുള്ള ആയത്തുകൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കണം. ഇത് ഖറബ ഖുർബാനൻ എന്ന് പറഞ്ഞിങ്ങനെ ആ സംഭവം അങ്ങനെ കൃത്യമായി പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള ആയത്തുകളിൽ. ഇനി വേറെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തങ്ങളുടെ പിതാവിന് യൂസുഫിനോടുള്ള സ്നേഹം കണ്ട് അവന്റെ സഹോദരന്മാർ അസൂയാലുക്കളായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ അവര് അപായപ്പെടുത്തുന്നു, കിണറ്റിലിടുന്ന്, കൊല്ലാന്ന് പറഞ്ഞു ആദ്യം. പിന്നെ അവരിൽ ഒരാൾ പറഞ്ഞ് കിണറ്റിലിട്ടാ മതി. തന്റെ പിതാവ് മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൽ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകുമോ എന്ന് അവർക്ക് ഉണ്ടായി എന്ന് അവർക്ക് തോന്നിയതാണ്. അസൂയാണ് കാരണം. അപ്പൊ അസൂയ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അവയൊക്കെ തന്നെ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്ത് നടന്നിട്ടുള്ള പല യുദ്ധങ്ങളെ അതിന്റെയൊക്കെ അടിസ്ഥാന കാരണങ്ങൾ അന്വേഷിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, ചരിത്രം പഠിപ്പിച്ചിരുന്നത് ഈ അസൂയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരിക്കലും അസൂയ എന്ന് ഒന്നിന്റെ പേരിലും അസൂയ എന്നത് വന്നുപെടാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കർമ്മങ്ങളെ നിശേഷം നഷ്ടപ്പെടുത്തി കളയാന് ഈ ദുസ്വഭാവം സാധ്യമാകും. സ്വയം മനസ്സിലുണ്ടായിട്ട് അവിടുന്ന് പിന്നെ അത് വെള്ളവും വളവും സ്വീകരിച്ച് സ്വന്തത്തെ നശിപ്പിക്കാണ്. അതാണ് അസൂയ. മനസ്സിലിങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ട് അപ്പം മറ്റാരെങ്കിലും നമ്മുടെ മേൽ അസൂയ വെക്കുന്നതിനും നമ്മൾ മറ്റുള്ള അവരുടെ മേൽ അസൂയ വെക്കുന്നത് രണ്ടും പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ അതില്ല. നമ്മളെ മേൽ മറ്റാരെങ്കിലും അസൂയ വെച്ചുകൊണ്ട് നമ്മൾക്ക് തിന്മകൾ വരുത്തുന്നതിനെ കാവൽ തേടാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞേ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, സൂറത്ത് ഫലഖിൽ നമ്മൾ ഓതുന്നതാ. അസൂയപ്പെടുമ്പോഴുണ്ടാകുന്ന ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അസൂയപ്പെടുമ്പോ അവന്റെ ജീവിതത്തിൽ പല രീതിയിലും തിന്മകള് വരുത്തി വെക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടുകയാണ്. അപ്പൊ നമ്മള് ആരുടെ മേലും അസൂയ വെക്കാനും പാടില്ല. നമ്മുടെ മേൽ അസൂയക്കാരന്റെ അസൂയ കൊണ്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടുകളെ, നമ്മൾക്ക് ഷർറ് വരാതിരിക്കാനും അള്ളാഹുവിനോട് കാവൽ തേടണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പൊ ആരും ആരുടെ മേലും അസൂയക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മളത് വളരെ നിസ്സാരമായി. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു യഹ്സബൂനഹു ഹയ്യിനുൻ വഹുവ ഇൻദല്ലാഹി അളീം എന്ന് ഖുർആൻ പറഞ്ഞു. നമ്മളതൊക്കെ നിസ്സാരമായി കാണുകയാണ്. പക്ഷേ അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മൾ അത്ര വലിയ ഗൗരവത്തിലൊന്നും എടുക്കാറില്ല. പക്ഷെ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മൾക്ക് വളരെ ഗൗരവത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരാണ്. അവരാരും തന്നെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നബിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്ത്, അവരുടെ ജീവിതം അതുകൊണ്ട് തന്നെ വളരെ സംശുദ്ധമായിരുന്നു. കാരണം എന്താ, അവര് ആ ഒരു രീതിയിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മനസ്സിൽ ആരോടും തന്നെ പകയോ വിദ്വേഷമോ അസൂയയോ ഇല്ലാതെ ജീവിച്ചവരായിരുന്നു. കുറെ നന്മകളൊന്നും അവര് കൂടുതൽ ചെയ്തില്ല. അവർ സ്വർഗത്തിൽ പോകാൻ കാരണം ഇതൊക്കെയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് സദസ്സിൽ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കെ ഇടയ്ക്ക് വെച്ച് റസൂല് പറഞ്ഞു, റസൂൽ വഹി കിട്ടുന്നതാ, റസൂല് പറഞ്ഞു, ഈ സദസ്സിലേക്ക് ഇനി കടന്നു വരുന്ന മനുഷ്യൻ സ്വർഗത്തിലാണ്. നമ്മൾ കേട്ട ചരിത്രാണ്, സ്വർഗത്തിലാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു, ആരാണ് ഇപ്പൊ ഞങ്ങോട്ട് കടന്നു വരുന്നത്? അവിടേക്കൊരു സാധുവായ മനുഷ്യൻ കടന്നു വന്നു. അയാളൊരു ഒറ്റ മുണ്ട് മാത്രമാണ് ഉടുത്തിരിക്കുന്നത്, മേൽമുണ്ടില്ല, അത്രയും സാധുവാണ് അദ്ദേഹം. മാത്രമല്ല, വീട്ടിൽ നിന്ന് ഉളുവെടുത്ത് വന്നതിന്റെ ആ വെള്ളം തന്റെ താടി രോമങ്ങളിലൂടെ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. പള്ളിയുടെ കുറച്ച് അപ്പുറത്ത് നിന്ന് തന്നെ തന്റെ ചെരുപ്പഴിച്ച് അദ്ദേഹം ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കയറി വരിക. ആ സാധുത്വം എത്ര ആലോചന. നമ്മൾ പള്ളിന്റെ അകത്തെത്തിയാൽ തന്നെ നമുക്ക് ഊരാൻ മടിയാ ചെരുപ്പ്, ഇത് കുറെ അപ്പുറത്തും തന്നെ ഊരിക്കണേ എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ പവിത്രതയും ബഹുമാനവും ഒക്കെ ആദരവും ഒക്കെ കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു വന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് റസൂലിന്റെ സദസ്സിലിരുന്നു. 3 ദിവസം റസൂലുള്ള ആവർത്തിച്ച് പറഞ്ഞു, ഇനി ഈ സദസ്സിലേക്ക് കടന്നു വരുന്ന ആൾ സ്വർഗത്തിലാണ്. 3 ദിവസവും ഈ സാധുവായ മനുഷ്യനാ വന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്നുകാരനായി പോയി. എന്തിനാ പോയത് അറിയോ? അദ്ദേഹം രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ ആരാധന പുതിയതായിട്ടോ കൂടുതൽ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. 3 ദിവസം അവിടെ താമസിച്ചിട്ടും അദ്ദേഹത്തിന് ഈ മനുഷ്യൻ ഒരു ആരാധനയും പുതിയ ചെയ്യുന്നില്ല. ഞങ്ങളോടൊപ്പം വരുന്നു, ഇശാ നമസ്കരിക്കുന്നു, രാത്രി വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്നു, പണി എന്തുണ്ടെങ്കിൽ അതിന് പോകുന്നു, എന്നൊന്നും പണിയില്ല. തിരിച്ചു പോരുമ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ റസൂല് പറഞ്ഞപ്പോ അങ്ങനെ വന്നതാ പരീക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഈ സ്വഹാബി പറഞ്ഞത് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് പറഞ്ഞെന്താ, റസൂല് പറഞ്ഞപ്പോ ഞാനല്ലോ പിന്നെയുള്ള ഞാൻ വന്നത്, നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ആ ഭാഗ്യം കിട്ടി അനക്കാട്ടോ, എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസിനോട് ഇദ്ദേഹം പറഞ്ഞറിയോ, ഞാൻ ഒരു ദിവസം രാത്രിയിൽ കഴിച്ചുകൂട്ടി കിടന്നുറങ്ങുമ്പോ, ഇശാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുമ്പോ എന്റെ മനസ്സിലൊരു മനുഷ്യനോടും വിദ്വേഷമില്ല, പകയില്ല, അസൂയയില്ലാതെ ശുദ്ധമായ തെളിഞ്ഞ മനസ്സോടെയാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത് ദിവസവും. ആലോചിച്ചോ കണ്ടി, നമുക്ക് ആരോടെയും ദേഷ്യം പിടിച്ചാലേ ഓർക്കരുള്ള കോലത്തിലാണ്. ഇതാരോടും ദേഷ്യമില്ലാതെയാണ് ഈ മനുഷ്യൻ ഒരു രാത്രി ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത്. അബ്നുൽ ആസ് റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്നുകാരനായി പോയി, അദ്ദേഹം പുതിയത് ആരാധനയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അയാളുടെ മനസ്സിൽ ആരോട് പകയോ വിദ്വേഷോ അസൂയൊന്നുമില്ല എന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, കഥാവ കഥ, അതന്നെയാണ് കാരണം. ഒരു മനുഷ്യൻ സ്വർഗത്ത് പോകാൻ അയാൾക്ക് ധർമ്മം കൊടുക്കാൻ അയാളെ കയ്യിൽ കൂടുതൽ പൈസ ഒന്നുമില്ല. സാധാരണ ഉള്ളതുപോലെ എല്ലാവരും ചെയ്യുന്ന ആരാധന അയാൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. എന്തേ കാരണം? അയാളുടെ മനസ്സ് അത്രയും ശുദ്ധമാണ് എന്നതുകൊണ്ടാണ്. അത് നമ്മൾ ആലോചിക്കേണ്ടതും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗപ്രവേശം അത് സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് അസൂയയോ പകയോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മനസ്സായിരിക്കണം. ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അവിടെ സമ്പത്തോ സന്താനങ്ങളോ പരലോകത്ത് ഉപകാരം ചെയ്യൂല. പിന്നെന്താ ഉള്ളത്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ തെളിഞ്ഞ സമാധാനമുള്ള മനസ്സുമായി വരുന്നവർക്ക് മാത്രമേ ആ പരലോകത്ത് ഏറ്റവും നല്ല സ്വർഗം കിട്ടുകയുള്ളൂ, അവർക്ക് അതേ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെ മേലും അസൂയ വെക്കാതിരിക്കുക. ആരെങ്കിലും അസൂയ വെച്ച് നമുക്ക് ഷർറ് വരുത്താതിരിക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.